ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇവാൻ പ്രോ. ഇന്ന് നമ്മൊരു ബെക്കം ക്രോണിക്കിൾസിൻ്റെ ഗെയിമായിട്ടാണ് വന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വേറൊരു ബെക്കം ക്രോണിക്കിൾസിൻ്റെ ഗെയിം ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അതെല്ലാവരും പോയി ഒന്ന് കാണാം, അതുകഴിഞ്ഞിട്ട് ഇതൊന്ന് കാണാം. അതുമാത്രമല്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിച്ചോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇപ്പോൾ ഇത് 7000 ജെംസ് ഉണ്ട്. അത് പക്ഷെ ഞാൻ ഓൾറെഡി പാക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിപ്പോൾ ബെക്കം ക്രോണിക്കിൾസിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇത്രയും മാച്ചസ് ഞാൻ കളിച്ചിട്ടുണ്ടായി. ഇനി നമുക്ക് ഈ മാച്ച് കളിക്കാം. 2-2 സെക്കൻഡ് ഹാഫ് 70th മിനിറ്റ്. അപ്പോൾ നമുക്ക് കളി തുടങ്ങാം. അപ്പോൾ ഗൈസ്, കളി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗോളി കിക്കാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ടീം 90 OVR ആണ്. അപ്പോൾ നമുക്ക് കിക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്റ്റെർലിങ്ങിനാണ് കിട്ടിയത്. സ്റ്റെർലിങ്ങിനെ മാക്സിമം ഡ്രിബിൾ ചെയ്ത് കയറ്റാൻ നോക്കണം. കാരണം സ്റ്റെർലിങ്ങിനാണ് ഏറ്റവും ഡ്രിബിളിങ്ങിൻ്റെ ട്രെയിനിങ് ഞാൻ ചെയ്തേക്കണം. നമ്മുടെ റൈറ്റ് ബാക്കിനെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. ഫ്രണ്ട്സ്, അപ്പോൾ അവർ ഗോൾ അടിക്കാൻ പോയി, പക്ഷേ നമ്മൾ തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റിവാൾഡോ 106 റാങ്ക് അപ്പ് ടു 108 ആണ്. നമ്മുടെ ഹെഡർ ഫെയിലായി. അവരിപ്പോൾ ഡ്രിബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മുടെ ഡിഫൻഡർ കാണണം സ്റ്റോപ്പ് ചെയ്തു. ഡിബാല, സ്റ്റെർലിംഗ് സേവായി. ഇപ്പോൾ നമ്മുടെ കോർണർ കിക്കാണ്. അത് മിസ്സായി, എനിക്കറിയില്ല എന്ത് പറ്റിയതാണ്. പക്ഷെ നമുക്ക് തന്നെ തിരിച്ച് റിസീവ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ചാൻസ് ഉണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടി, പക്ഷേ ഫുൾ ടൈമായി. പിന്നെ എക്സ്ട്രാ ടൈമിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, എക്സ്ട്രാ ടൈം തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം തന്നെ സ്റ്റെർലിങ്ങിനെ കൊണ്ട് ഡ്രിബിൾ ചെയ്തൊരു ഗോൾ അടിക്കാനാണ് ഇന്നത്തെ ടാസ്ക്. സ്റ്റെർലിംഗ് ഗോൾ അടിക്കാൻ നോക്കി, പക്ഷെ അത് ബ്ലോക്കായി പോയി. നമ്മൾ ഡിബാലക്ക് കിട്ടി, പക്ഷെ ഷൂട്ടിങ്ങിൻ്റെ പവർ കൂടിപ്പോയി ഗൈസ്. റൂഡിഗർ ഫുൾ ഡിഫെൻഡിങ് കഴിഞ്ഞപ്പോൾ കയറി കളിക്കുന്നു. നമ്മുടെ ഡിഫൻഡർ സീനാണ്. ഗോൾ കീപ്പറൊക്കെ കയറുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഡിവാല ഒരു സെറ്റും സ്കില്ലും ചെയ്തു. ഫ്രണ്ട്സ്, അതെന്ത് ക്ലോസ് ആകുന്നത്. റിവാൾഡോ എടുക്കാൻ നോക്കുന്നു, പക്ഷേ എക്സ്ട്രാ ടൈമായി. ഇത് മിക്കവാറും പെനാൽറ്റീസിലോട്ട് പോയിരിക്കും. അതൊരു ഫൗളാണ്, നമ്മളൊന്ന് ഫൗൾ ചെയ്തിട്ടുണ്ടായി. അവരുടെ ഫ്രീ കിക്കാണ്. നേരെ നമ്മൾ ഗോൾ കീപ്പറിലോട്ട് പോയി. നമുക്ക് കിക്ക് ചെയ്യുക. സ്റ്റെർലിങ്ങിന് കിട്ടി. സ്റ്റെർലിങ് എങ്ങനെയാണെങ്കിലും ഗോൾ അടിച്ച് പറ്റുമോ. സ്റ്റെർലിങ് ഡിഫെൻഡ് ചെയ്തു. അപ്പോൾ ഗൈസ്, അങ്ങനെ പെനാൾട്ടീസിലോട്ടാണ്. 2-2 ആണ് സ്കോർ. അപ്പോൾ പെനാൾട്ടീസിൽ ആര് ജയിക്കുന്നറിയില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പെനാൾട്ടിയാണ്. നമുക്കിത് ലെഫ്റ്റിലോട്ട് പോവാം. കീപ്പർ ജസ്റ്റ് സേവ് ചെയ്താൽ പക്ഷെ നമ്മൾ ഉള്ളിലോട്ടൊക്കെ കയറ്റി. അപ്പോൾ
പവർ ചാൻസ് ആണ് സ്കോർ ചെയ്യാൻ വേണ്ടി. ഗൈസ് നമ്മൾ സേവ് ചെയ്തു ഗൈസ്. എൻ്റെ ഗോൾ കീപ്പർ സെർജിയുടെ കാലുമെ കൊണ്ട് സേവ് ചെയ്തു. ഡേൽ പീറോ ജസ്റ്റ് മിസ്. ബോട്ടം റൈറ്റ് കോർണർ. എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് ജയിക്കാൻ ചാൻസ് ഉണ്ട്. മൂസിയാല റൈറ്റ് പോയി ഗൈസ്. ഞാൻ വിചാരിച്ച് ലെഫ്റ്റ് പോകുന്നു. സ്റ്റെർലിംഗ് അങ്ങനെ സേവ് ആക്കിയ ഗോൾ കീപ്പർ. എനിക്ക് തോന്നുന്നു ഈ സൈഡാണ്. വാട്ട് എ സേവ് ഗൈസ്. നമ്മുടെ ഗോൾ കീപ്പർ സേവാണ്. ഡിബാല ഗോൾ അടിച്ചിരിക്കുന്നു ഗൈസ്. 5-3 ആണ് സ്കോർ. ഇത് സേവ് ചെയ്താലേ നമ്മൾ ജയിക്കും ഗൈസ്. നമ്മൾ ജയിക്കും ഗൈസ്. സ്കോർ ചെയ്തു, പക്ഷെ കുഴപ്പമില്ല. ഇത് നമ്മൾ സ്കോർ ചെയ്താൽ നമ്മൾ ജയിക്കും. ഓർഡർ ഗാർഡ് ഗൈസ്. അങ്ങനെ നമ്മൾ ജയിച്ചിരിക്കുകയാണ്. 6-4 പെനാൾട്ടീസിൽ അങ്ങനെ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.